തുടങ്ങാം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഈ സന്ദേശം നൽകിയത് ആര്? ശ്രീനാരായണ ഗുരു. എങ്കിൽ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. ഇത് പറഞ്ഞത് സഹോദരൻ അയ്യപ്പൻ. പകുതി ഒന്നും കളയരുത്. സഹോദരൻ അയ്യപ്പൻ. ഇനി ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകമൊന്ന്. ഈ സന്ദേശം നൽകിയത് ജാതി, മതം, കുലം, ദൈവം, ലോകം, ഇതെല്ലാം ഒന്ന്. ഇത് നൽകിയതാരാ? സഹോദരൻ അയ്യപ്പൻ. ജാതി വേണ്ട, മതം വേണ്ട എന്ന് പറഞ്ഞതല്ലേ സഹോദരൻ അയ്യപ്പൻ? ഇതെന്താണ്? ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന് എന്ന് പറഞ്ഞത് ആരാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞയാളിനെ പറയൂ. ആയിഷ, ഞാനാണ്. നിന്നെ നീ ശ്രദ്ധിക്കാത്ത എന്താ? നീ ശ്രദ്ധിക്ക്. ശ്രീനാരായണ ഗുരു എന്തുവാ? കൺഫ്യൂസ് ചെയ്യിപ്പിക്കാതെ. അത് പറഞ്ഞ എന്താണ്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മനുഷ്യൻ എല്ലാവർക്കും കൂടി ഒരു ജാതി, അതുപോലെ ഒരു മതം മതി, എല്ലാവർക്കും കൂടി ഒരു ദൈവം മതി എന്ന് പറഞ്ഞതാണ് ശ്രീനാരായണ ഗുരു. ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞതാണ് സഹോദരൻ അയ്യപ്പൻ. അടുത്തതെന്ന് പറയുന്നത് ആദ്യത്തെയൊക്കെ ഓക്കെ. ജാതി ഒന്ന്, ശ്രീനാരായണ ഗുരു പറഞ്ഞ അതിൻ്റെ തന്നെയാണ്. ജാതി ഒന്ന്, മതം ഒന്ന്, ദൈവം ഒന്ന്. പക്ഷെ അതിൻ്റെ കൂടെ രണ്ട് കാര്യം കൂടി കൂട്ടിച്ചേർത്ത്, കുലം ഒന്ന്, ലോകം ഒന്ന്, 2 പോയിന്റ് കൂടി കൂട്ടിച്ചേർത്ത് പറഞ്ഞ്. അത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ദയവ് ചെയ്ത് നീ ഇങ്ങനെ കലവിട്ട് ഉടയ്ക്കരുത്. ആര് പറഞ്ഞു? ആര് ആൻസർ പറഞ്ഞോ? എന്താ പറഞ്ഞേ? അല്ല, ഞാൻ എൻ്റെ പൊന്നേശ, നിന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ കേട്ടോ. നീ സീരിയസ് ആയിട്ട് എടുക്കണം കേട്ടോ. വൈകുണ്ഠ സ്വാമികൾ. നീ ആര്? ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ വൈകുണ്ഠ സ്വാമികൾ കേട്ടോ. ക്ലിയറായോ? ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന്. കുറച്ചും കൂടി ശ്രീനാരായണ ഗുരു പറഞ്ഞതിനേക്കാളും കുറച്ചും കൂടി വിപുലീകരിച്ച് പറഞ്ഞു. അതാണ് വൈകുണ്ഠ സ്വാമികൾ. ഇനി ചോദിച്ചാൽ ഇത് മൂന്നും കൂടി തലതിരിച്ച് പറയുമോ എൻ്റെ ഈശ? നിന്നെ കൊണ്ടേ പറ്റത്തുള്ള ഈശ ഇങ്ങനെയൊക്കെ പറയാം കേട്ടോ. നിന്നെ സമ്മതിക്കണം.